Press the bell button now. വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ അഞ്ജിത, ഹാർവെസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് ട്രെയിനർ. ഇന്ന് നമ്മൾ ഹാർവെസ്റ്റിൻ്റെ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൻ്റെ 16ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ MI ലൈഫ് സ്റ്റൈലിന്റെയും അതേപോലെ തന്നെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയുടെയും മുഴുവൻ മാനേജിംഗ് ടീമംഗങ്ങളോടുമാണ് നന്ദി പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഓർഗനൈസ് ചെയ്തത്. സ്ക്രീനിൽ നിങ്ങൾ എന്നെ മാത്രമായിരിക്കും കാണുന്നത്, പക്ഷെ ഇതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഠിന പ്രയത്നമുണ്ട്. അവരോടൊക്കെ നന്ദി പറയുന്നു. ആദ്യം തന്നെ പ്രോഡക്റ്റ് നോളജ് അല്ലെ. പ്രോഡക്റ്റ് നോളജ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും അല്ലെ. ഈ ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പ്രൊഡക്റ്റ് ട്രെയിനിങ് കഴിഞ്ഞു അല്ലെ, അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് വെക്കുന്നത്. വലിയൊരു ഹാളിൽ ഒരു 500-600 ആൾക്കാരുള്ള ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ട്രെയിനിങ്ങിൽ 4-4.5 മണിക്കൂറിലാണ് നമ്മൾക്ക് ഇത്രയും പ്രൊഡക്ട്സ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇത്രയും ആഴത്തില് വിശദമായിട്ടൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ 40-45 മിനിറ്റ് വരെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത്. എന്തിനാണ് അങ്ങനെ വിശദമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരുന്നതിന്റെ ആവശ്യം? ആ ഒരു വിശദമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ് ഇത് ആർക്കൊക്കെ കൊടുക്കാം, ഇന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഈ ഒരു നോളജിലൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലെ, ആർക്കൊക്കെയാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഇത് കൊടുക്കാൻ പാടില്ലാത്തത്. ഇത് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, ഇതിന്റെ അളവ് എപ്രകാരമാണ്, ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾക്കൊരു വിശ്വാസം വരികയുള്ളൂ, നിങ്ങൾക്ക് കോൺഫിഡൻസ് വരികയുള്ളൂ. നിങ്ങളുടെ ഈ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആള്, അത് കേൾക്കുന്ന ആൾക്കും നിങ്ങളുടെ കോൺഫിഡൻസ് കണ്ടിട്ടാണ് അയാൾക്കും ഇതിലൊരു കോൺഫിഡൻസ് വരുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുമുള്ള വിശദമായിട്ടുള്ള ഒരു വിവരങ്ങൾ നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ വിങ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി. നമ്മളുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും ബിസിനസ് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ്. അപ്പം ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ അറിവ് നേടൂ, ഓരോന്നിനെ പറ്റിയിട്ടുമുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു അറിവ് നേടൂ. അതുവഴി നിങ്ങൾ സമ്പാദിക്കൂ. അതായത് ലേൺ ആൻഡ് ഏൺ എന്നാണ് നമ്മുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത്. എത്ര ബ്രാൻഡ്സ് ആണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈലിനുള്ളത്? ടോട്ടൽ 6 ബ്രാൻഡ്സ് ആണ്. അതിൽ തന്നെ സ്റ്റാർ ബ്രാൻഡ്സ് എന്നറിയപ്പെടുന്നതാണ് എലമെന്റ്സ് വെൽനെസ്സും അതേപോലെ തന്നെ ഓൺ ആൻഡ് ഓണും. എലമെന്റ്സ് വെൽനെസ് അറിയാം അല്ലെ, ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് എലമെന്റ്സ് വെൽനെസ്സിൽ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എലമെന്റ്സ് വെൽനെസ് ഏത് ശാസ്ത്രത്തെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ആയുർവേദത്തെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് അല്ലെ, രോഗപ്രതിരോധനത്തിനും അതേപോലെ തന്നെ ഓരോ അവയവങ്ങളുടെയും ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് എലമെന്റ്സ് വെൽനെസ്സിനുണ്ട്. ഇനി അടുത്തതാണ് ഓൺ ആൻഡ് ഓൺ. ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന ബ്രാൻഡ് വരുന്നത് ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആയിട്ടാണ് ഓൺ ആൻഡ് ഓൺ വരുന്നത്. ബാക്കിയുള്ള 3 ബ്രാൻഡ്സ്, ഇപ്പം ആഹാർ ആയിക്കോട്ടെ, ന്യൂട്രി ലൈഫ് ആയിക്കോട്ടെ, MI ഹോം ആയിക്കോട്ടെ, ഇതിൽ നിന്നും നോക്കിയാൽ അറിയാം നമ്മുടെ വീടുകളിൽ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മളുടെ ടൂത്ത് പേസ്റ്റ് ആയിക്കോട്ടെ, കുളിക്കുന്ന സോപ്പ് ആയിക്കോട്ടെ, അലക്കുന്ന സോപ്പ് ആയിക്കോട്ടെ, തലയിൽ തേക്കുന്നതായിട്ടുള്ള ഓയിൽ ആയിക്കോട്ടെ, ഇതൊക്കെ ഡിറ്റർജൻസ്, ഡിഷ് വാഷ് ഒക്കെ ആയിക്കോട്ടെ, ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് ഇത്രയും ഈ പറയുന്ന 3 ബ്രാൻഡും വന്നിട്ടുള്ളത്. നമ്മളുടെ 6ാമത്തെ ബ്രാൻഡാണ് ഇന്ത്യ ഗ്രോ എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യ ഗ്രോ നമ്മളുടെ കാർഷിക വിളകൾ അവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അപ്പൊ ഇതിൽ നിന്നും നോക്കിയാൽ അറിയാം നമ്മുടെ MI ലൈഫ് സ്റ്റൈലിൽ എല്ലാ മേഖലയിലുമാണ് കൈവച്ചിട്ടുള്ളത് അല്ലെ. നമ്മൾ ഇത്രയും നാളുകളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെൽനെസ് അല്ലെ. നിങ്ങൾ ഓരോരുത്തരും വെൽനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം എന്താണ് വെൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെൽനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആരോഗ്യം, സൗഖ്യം, ക്ഷേമം, സ്വസ്ഥം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ എന്താണ് വെൽനെസ് എന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ വെൽനെസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതിന്റെ ഒരുപാട് ആവശ്യകതയൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്? നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജീവിതശൈലി കാരണമാണ് പല വിധത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഹൃദയ സംബന്ധമായിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, ഒരുപാട് രോഗങ്ങൾ. ഇന്ന് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്,
എങ്ങനെയാണ് എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്? ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ടോ, അതോ ഒട്ടും വ്യായാമം ചെയ്യാതെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? എപ്പോഴും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? അത്തരത്തിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ രോഗങ്ങളും വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇതൊക്കെ കറക്റ്റ് ആക്കുകയാണെങ്കിൽ, ഈ പറയുന്നതൊക്കെ നമ്മളുടെ ഭക്ഷണം കൃത്യമാക്കുകയാണെങ്കിൽ, നമ്മൾ നല്ലോണം വ്യായാമം ചെയ്യുകയാണെങ്കിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന രോഗങ്ങൾക്ക് നമ്മൾക്ക് ഇന്ന് തന്നെ തടയിടാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് വെൽനെസ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നമ്മളുടെ ഓരോ പ്രൊഡക്ട്സും നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്. വെൽനെസ് ആണ്. വെൽനെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് പ്രൊഡക്ട്സ് ആണ് വെൽനെസ്സിൽ വന്നിട്ടുള്ളത്. ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ വിഭാഗങ്ങളിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഇമ്മ്യൂണിറ്റി അല്ലെ, രോഗപ്രതിരോധനത്തിന് സഹായിക്കുന്ന ഒരുപാട് കവചപ്രാശം, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഡീടോക്സിഫിക്കേഷൻ, നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ നിവാരണം ചെയ്യുന്നതിന്, ഡെയിലി ഡീടോക്സ് ആയിക്കോട്ടെ, ആമാശയ ദഹന സംബന്ധമായിട്ടുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിനായിട്ടുള്ള ഇമ്മ്യൂണോ 3+ ആയിക്കോട്ടെ, മൂത്രാശയം അല്ലെ, കിഡ്നി സ്റ്റോൺ, യൂറി ഫ്ലഷ് ആയിക്കോട്ടെ, അത്തരത്തിൽ മാലിന്യ നിവാരണത്തിനായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓരോ അവയവങ്ങളുടെയും ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വെൽ ഹാർട്ട് ഒക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും ഒക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അല്ലെ. അപ്പം ഈ പറയുന്ന എലമെന്റ്സ് വെൽനെസ്സിൽ ഏത് ശാസ്ത്രത്തെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആയുർവേദത്തെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആയുർവേദത്തിന് അത്ര മഹത്തായിട്ടുള്ള എന്ത് കാര്യം ഉള്ളത് കൊണ്ടാണ് MI ലൈഫ് സ്റ്റൈല് ആയുർവേദത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്രാൻഡ് വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ്? കാരണം ആയുർവേദം എന്ന് പറയുന്നത് അനാദികാലം മുതൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ദൈവിക ശാസ്ത്രമാണ് ആയുർവേദം. അപ്പം ആയുർവേദത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് ആരോഗ്യമുള്ള ഒരുവന്റെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിനാണ്. പിന്നെയാണ് രോഗം വന്ന ഒരുത്തന്റെ രോഗത്തെ മാറ്റുന്നതിൽ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ക്രമമായിട്ട് എപ്രകാരമാണ് മിതമായിട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു വർണ്ണനയാണ് ആയുർവേദത്തിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ് ബ്രാൻഡ് ആയുർവേദത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ആയുർവേദത്തിൽ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് നോക്കിയിട്ടുണ്ട് അല്ലെ. എപ്പോഴും പറയുന്നതാണ് വളരെ ഭയങ്കര ആലോചിച്ചിട്ട് ബ്രില്യന്റ് ആയിട്ട് ഉള്ള ഒരുപാട് കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന്. അപ്പം അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള, നമ്മൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ DBA നാരായണൻ സർ. 45 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. ഫാമയിൽ അദ്ദേഹം ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡാബർ, ഹിന്ദുസ്ഥാൻ ലിവർ മുതലായവ ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വ്യക്തി നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗ്യം തന്നെയാണ്. ഇനി നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ആയിട്ട് 2019 എക്കണോമിക് ടൈംസ് MI ലൈഫ് സ്റ്റൈലിന്റെ എലമെന്റ്സ് വെൽനെസ്സിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്നും എന്താണ് മനസ്സിലാവുന്നത് അല്ലെ? അത്രയ്ക്കും ഒരുപാട് ബ്രാൻഡുകൾ, ഒരുപാട് കമ്പനീസ് ഒക്കെ ഉണ്ട്. അതിലും ലോഞ്ച് ചെയ്തിട്ട്, ഈ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ട് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഈ ഒരു അംഗീകാരം നേടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അംഗീകാരമാണ്, വളരെ വലിയൊരു അഭിമാനമാണ്. അത്രയ്ക്കും നമ്മളുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നതിനുള്ള വളരെ വലിയൊരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം നമ്മൾക്ക് നേടിത്തന്നത്. ഒരുപാട് പ്രൊഡക്ട്സ് എലമെന്റ്സ് വെൽനെസിന്റെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു ജീവിത ശൈലിയിൽ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഫലപ്രദമായിട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്നത്തെ എല്ലാവരും നേരിടുന്ന, ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതാണ് മെൽറ്റ് ഫാറ്റ് എന്ന് പറയുന്നത് അല്ലെ. 30 സാഷെ, 14 ഗ്രാം അടങ്ങുന്ന സാഷെ പാക്കറ്റിൽ 30 സാഷെ അടങ്ങുന്നതായിട്ടുള്ള ഒരു മെൽറ്റ് ഫാറ്റ് ആണ് ഇന്നത്തെ ഈ ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പം എന്താണ് മെൽറ്റ് ഫാറ്റ്? പേര് എന്താണ് സൂചിപ്പിക്കുന്നത്? മെൽറ്റ് ഫാറ്റ് അല്ലെ, ഫാറ്റിനെ ഉരുക്കി കളയുന്നത്, കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നത്, കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതിനെ തടയുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ മെൽറ്റ് ഫാറ്റ്. എലമെന്റ്സ് വെൽനെസിന്റെ മെൽറ്റ് ഫാറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പം ഇത് എന്തിനെതിരെ പ്രവർത്തിക്കുന്നതാണ്? ഒബേസിറ്റി അല്ലെ, പൊണ്ണത്തടി, അമിതവണ്ണം എന്ന് പറയുന്നത് ഇപ്പം വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിലുള്ള ഒരു പരിഹാരമാണ് നമ്മളുടെ മെൽറ്റ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. നോക്കാം. ഈ അമിതവണ്ണം എന്ന് പറയുന്നത്
അത്ര വലിയൊരു പ്രശ്നമാണോ? അതിനൊരു പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ട് അത്രയ്ക്കും വലിയ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നഗരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ അവരിൽ 73% എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ പകുതിയിലധികമായി അല്ലെ 73% ആൾക്കാർക്കാണ് ഓവർ വെയിറ്റ്, അമിതവണ്ണം എന്നുള്ള പ്രശ്നം നേരിടുന്നത്. നമ്മളൊരു 4 ഇന്ത്യക്കാരെ നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ 3 ഇന്ത്യക്കാർക്കും അമിതവണ്ണത്തിന്റെ പ്രശ്നം അവർ നേരിടുന്നതാണ്. കൂടുതലായിട്ടും 28-നും 38 വയസ്സിന്റെയും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉള്ളത്. അപ്പം ആ പൊണ്ണത്തടി മാറ്റി ആരോഗ്യവാനായിട്ടിരിക്കണം, നല്ല ഒരു ശരീരത്തിലേക്ക് ആ കൊഴുപ്പൊക്കെ നീക്കം ചെയ്തിട്ടുള്ള ഒരു ഘടനയിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 11 കിലോയോളമാണ് ഒരു മനുഷ്യന് തന്റെ ശരീരത്തിൽ നിന്നും കുറയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന അമിതവണ്ണം ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നതാണ് പാരമ്പര്യമായിട്ട് അല്ലെ. ഇപ്പൊ പാരമ്പര്യമായിട്ട് വീട്ടിൽ അച്ഛനോ മുത്തച്ഛനോ അമ്മൂമ്മയ്ക്കോ ഒക്കെ അമിതവണ്ണമാണ് എങ്കിൽ പിന്നീടുള്ള തലമുറയിലും ഈ പറയുന്ന അമിതവണ്ണം കണ്ടു വന്നിട്ടുണ്ട്. രണ്ടാമത്തേതാണ് മെറ്റബോളിസം കൃത്യമല്ലാത്ത രീതിയിൽ നടക്കുകയാണെങ്കിൽ. എന്താണ് മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം ദഹനം മാത്രമാണോ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ? അല്ല. മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിഘടനവും ചെറിയ ചെറിയ കണികകളായിട്ട് വിഘടനം നടക്കുന്നുണ്ട്. അതിന് ഒരുപാട് എൻസൈംസ് സഹായിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ചെറിയ ചെറിയ ഘടകങ്ങളായിട്ട് കണികകളായിട്ട് വിഭജനം നടന്നിട്ട് അതിൽ നിന്നും ഊർജ്ജ ഉൽപാദനം നടക്കുന്നുണ്ട് ഓരോ കോശങ്ങളിലേക്കും. നമ്മൾക്കറിയാം ഓരോ അവയവങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളാലാണ്. അപ്പം ഓരോ കോശങ്ങളിലേക്കും ഈ ഊർജ്ജങ്ങൾ എത്തിക്കുക, അവിടെയുള്ള മാലിന്യങ്ങളെ നിവാരണം ചെയ്യുക, ഈ ഫുൾ പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന കർമ്മങ്ങളൊന്നും ഒരുവന്റെ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും? അമിതവണ്ണം വരും. അതേപോലെയുള്ളതാണ് ഇന്നത്തെ ഭക്ഷണ രീതി. ഒരുപാട് കൊഴുപ്പ് നിറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഒരുപാട് ബർഗർ, പിസ്സ പോലുള്ള ഒരു തരത്തിലുള്ള നാര് അടങ്ങിയിട്ടില്ലാത്തതായിട്ടുള്ള ഒരുപാട് മൈദയൊക്കെ ചേർന്നിട്ടുള്ള പ്രോഡക്ട്സ്, ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നത് വഴി. അതേപോലെയാണ് ദഹനം കൃത്യമല്ലാതെ ഇരിക്കുക. അത് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിടുന്നത്. വയറില് കൃത്യമായിട്ട് ചിലപ്പം വയറിളക്കമായിരിക്കും, ചിലപ്പം 3-4 ദിവസമായിട്ട് വയറ്റിൽ നിന്നും ശോധനം നടക്കുന്നില്ല, മലം കട്ടിയായിട്ട് പോകുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങള്. ചില ആൾക്കാരാണ് വ്യായാമമേ ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്കറിയാം, ഇപ്പം ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇപ്പം ഓഫീസേഴ്സ്, മാനേജേഴ്സ് ഒക്കെ ആയിട്ടുള്ളവര്, അതേപോലെ തന്നെ IT പ്രൊഫഷണൽസ്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തന്നെ ഇരുന്നിട്ട് ചെയ്യുന്ന ജോലിയാണ് അല്ലെ. നടക്കേണ്ട ആവശ്യമേ അവർക്കില്ല. അപ്പൊ ഇത്തരത്തിൽ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ശരീരത്തിൽ ചെറുങ്ങനെ പോലും വ്യായാമം നടക്കാത്ത പക്ഷവും കൊഴുപ്പ് അമിതമായിട്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയാണ് കണ്ടുവരുന്നത്. അടുത്തതാണ് പലതരത്തിലുള്ള മരുന്നുകളുടെ പാർശ്വഫലമായിട്ടും ഈ പറയുന്ന അമിതവണ്ണം കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ പറഞ്ഞതാണ് വുമൺ കമ്പാനിയൻ. അപ്പൊ അത്തരത്തിൽ പെയിൻ റിലീവ് ചെയ്യാനായിട്ട് ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പാർശ്വഫലമായിട്ടും അമിതവണ്ണം കണ്ടുവരുന്നുണ്ട് ഒരുപാട് രോഗികളിൽ. പിന്നെയുള്ളതാണ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട്. നിങ്ങൾക്കറിയാം അല്ലെ, പ്രഗ്നന്റ് ആയതിനു ശേഷം പ്രസവാനന്തരമായിട്ട് ഒരുപാട് സ്ത്രീകളിൽ വണ്ണം വെക്കുന്നുണ്ട്. പിന്നെ ഹോർമോണൽ ഡിസ്റ്റർബൻസസ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഹോർമോണാണ്. നമ്മളെ വിശപ്പിനെ നിയന്ത്രിക്കുന്നത് ഹോർമോണാണ്. അങ്ങനെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഹോർമോൺസിന്റെ അളവ് കൃത്യമായിട്ടില്ല, അതിൽ എന്തെങ്കിലും വിഷമങ്ങൾ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് PCOD പോലുള്ള കണ്ടീഷൻസ്, ഇപ്പം ആണുങ്ങളിലാണെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലുള്ള കണ്ടീഷൻസ്, ഉറക്കം കൃത്യമല്ലാതെ നടക്കുകയാണെങ്കിൽ, പ്രമേഹത്തില് തുടങ്ങിയതിലൊക്കെ ഹോർമോൺസ് കൃത്യമല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരിലും അമിതവണ്ണം കണ്ടുവരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഫാറ്റ്, ഈ കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത്, പ്രത്യേകിച്ചും എവിടെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആണുങ്ങളിലാണെങ്കിൽ അവർക്ക് ശ്രദ്ധിച്ചാലറിയാം അല്ലെ, കൊടവയറ് ആയിരിക്കും. അതാണ് പിയർ ഷേപ്പ്ഡ് എന്ന് പറയും. വയറിന്റെ ഭാഗത്താണ്, അബ്ഡോമൻ ആണ്, ബെല്ലി ഫാറ്റ് ആണ് അവർക്ക് കൂടുതലായിട്ടുള്ളത്. സ്ത്രീകളുടെ ആണെങ്കിലോ തൊടേന്റെ ഭാഗത്ത്, ബട്ടക്സിലൊക്കെയാണ് കൂടുതലായിട്ടും കൊഴുപ്പടങ്ങുന്നത്. അതിനാണ് ആപ്പിൾ ഷേപ്പ്ഡ് എന്ന് പറയുന്നത്.
അപ്പം നമ്മള് ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കണം, കൃത്യമായിട്ട് ശരീരത്തെ സ്ലിം ആക്കി കൊണ്ടുപോകണം എന്നതാണോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും അല്ല, അല്ലെ? ഭക്ഷണം കഴിക്കണം, അതോടൊപ്പം തന്നെ വർക്കൗട്ടും വ്യായാമവും ചെയ്യുകയാണ് എങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ അതേ അളവിൽ എത്ര ഭക്ഷണം കഴിച്ചോ, ഇപ്പം ഉച്ചയ്ക്കും ഒരു ദിവസം കംപ്ലീറ്റ് നിറയെ നോൺ വെജും ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിനത്രയും വേണ്ടിയിട്ടുള്ള വ്യായാമം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് അത് അടിഞ്ഞുകൂടുന്നില്ല. പക്ഷെ എപ്പോഴാണ് കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വളരെയധികം, അതേപോലെ നമ്മൾ ചെയ്യുന്ന വ്യായാമം കുറച്ചുമാണ് എങ്കിലാണ് ഫാറ്റായിട്ട്, കൊഴുപ്പായിട്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇപ്പൊ നല്ലോണം ഒരു നീണ്ടിരിക്കുന്ന ഒരാള്, അയാൾക്ക് കുറച്ച് ഒരു തടിയും ഉണ്ട്, വണ്ണവും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ അമിതവണ്ണമുള്ള ആളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അതിന് ആ ഒരു അമിതവണ്ണത്തെ നിശ്ചയിക്കുന്നത് ആളുടെ ഫാറ്റ്, അതായത് അമിതവണ്ണം എന്ന് പറയുന്നത് ഒരുപാട് തടിയുണ്ട് എന്നുള്ളതല്ല. അതിനെ നിശ്ചയിക്കുന്നതാണ് BMI എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ബോഡി മാസ് ഇൻഡെക്സ്. ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. BMI കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾക്ക് കുറച്ച് അളവുകൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ്? ഒരാളുടെ ഇപ്പൊ നോക്കണം എന്ന് വിചാരിക്കുന്ന ആളുടെ വെയിറ്റ് അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ അയാളുടെ ഹൈറ്റ് അറിഞ്ഞിരിക്കണം. അപ്പം ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കിലോഗ്രാം ബൈ മീറ്റർ സ്ക്വയർ. ഒരാളുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ അയാളുടെ ഹൈറ്റിന്റെ സ്ക്വയർ എടുത്തിട്ടാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 18.5 അതേപോലെ തന്നെ 24.9 ഇടയിലാണ് എങ്കിലാണ്, അതായത് നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ച ഈ BMI, അതായത് നമ്മളുടെ വെയിറ്റ് ബൈ ഹൈറ്റിന്റെ സ്ക്വയർ ചെയ്ത് കണ്ടുപിടിച്ച ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 18.5 24.9 ഇടയിലാണ് എന്നുണ്ടെങ്കിൽ ആ ആള് നോർമൽ ആണ്. അമിതവണ്ണവും ഇല്ല, അതേപോലെ തന്നെ ഫാറ്റ് ഇല്ലാത്ത അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുമല്ല, നോർമൽ ആയിട്ടുള്ള ആളാണ്. ഇനി 18.5 താഴെയാണ് എന്നുണ്ടെങ്കിലാണ് അവര് നോർമൽ ആണോ? അല്ല, അവര് അണ്ടർ വെയിറ്റ് ആണ്, പോഷക ആഹാരത്തിന്റെ കുറവാണ്. ആ ഒരു വെയിറ്റിന്, ആ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു വെയിറ്റ് ആ ആളിൽ ഇല്ല എന്നാണ് പറയേണ്ടത്. ഇനി ഈ 24.9 അധികമായിട്ടുള്ള ആൾക്കാരെ നമ്മൾക്ക് 3 കാറ്റഗറിയിൽ തിരിക്കാൻ വേണ്ടി സാധിക്കും. ആദ്യത്തെ വിഭാഗക്കാരാണ് അമിതവണ്ണത്തിന്റെ ഫസ്റ്റ് കാറ്റഗറി, ഒന്നാമത്തെ വിഭാഗത്തിലുള്ളത്. അതെന്ന് പറയുമ്പോൾ 25 അതേപോലെ തന്നെ 29.9 ഇടയിലുള്ള ആൾക്കാരെയാണ് നമ്മൾക്ക് ഈ ഒന്നാം വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. രണ്ടാം വിഭാഗക്കാരാണ് അമിതവണ്ണത്തിന്റെ രണ്ടാം കാറ്റഗറിയിലേക്ക് എത്തുന്നത്. അതാണ് 30 34.9 ഇടയിൽ നിൽക്കുന്നത്. ഇനിയും മൂന്നാമത് ഒരു വിഭാഗം കൂടിയിട്ടുണ്ട്. അതാണ് 35 അധികമായിട്ട് BMI ഉള്ള ആൾക്കാര്, അമിതവണ്ണമുള്ള ആൾക്കാര്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളുടെ BMI നമ്മൾക്ക് നിശ്ചയിക്കാനായിട്ട് പറ്റുന്നത്. ഈ നമ്മളുടെ വെയിറ്റ് കൂടുന്നതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള രോഗങ്ങൾ വരികയാണ് ആ ആളിൽ. ഭാവിയിൽ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. ലോക ആരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നതാണ്, ഒരു അമിതവണ്ണമായിട്ടുള്ള ഒരു വ്യക്തിയിൽ കാലക്രമേണ അയാളിൽ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രമേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് കൂടുതലായിട്ടും അമിതവണ്ണമുള്ള ആൾക്കാരിലാണ് കാണുന്നത്. അപ്പൊ അമിതവണ്ണമുള്ളവർക്ക് എന്തുകൊണ്ടാണ് പ്രമേഹം വരുന്നത്? ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് ഷുഗർ, ഒരുപാട് പഞ്ചസാരയൊക്കെ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ഒരുപാട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നു. അപ്പം രക്തത്തിൽ ഷുഗറിന്റെ അളവ് വളരെയധികം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇൻസുലിന് തന്റെ കർമ്മം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം വരുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹത്തിന് അവര് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്ത പ്രശ്നമാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ കൊഴുപ്പ് ശരീരത്തിൽ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും ഈ കൊഴുപ്പ് എവിടെ പോയിട്ടാണ് അടിഞ്ഞുകൂടുന്നത്? രക്തക്കുഴലുകളിൽ പോയിട്ടാണ് അടിഞ്ഞുകൂടുന്നത്. അങ്ങനെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അങ്ങോട്ടേക്കുള്ള ബ്ലഡ് പ്രഷർ വർദ്ധിക്കും, അങ്ങോട്ടേക്ക് രക്തം പോകുന്നത് കൃത്യമായിട്ട് നടക്കില്ല.
അതുവഴി ഹൃദയ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ആൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ലിവർ പ്രോബ്ലംസ് എങ്ങനെയാണ് ലിവറിനെ ബാധിക്കുന്നത്, കരളിനെ ബാധിക്കുന്നത്? കരള് ഒരുപാട് കർമ്മങ്ങളാണ് നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിഘടനത്തിന് സഹായിക്കുന്ന, വിഘടനം ചെയ്യുന്നതാണ് നമ്മളുടെ കരള് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെ ചെറിയ ചെറിയ കണികകളായിട്ട് വിഘടനം ചെയ്യുന്നതും കൂടിയിട്ടാണ് ലിവർ എന്ന് പറയുന്നത്. ഒരുപാട് നല്ല ബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊളസ്ട്രോളിന്റെ ഉൽപാദനവും ഒക്കെ നടക്കുന്നതാണ് ലിവർ. അപ്പം ശരീരത്തിൽ ഇങ്ങനെ ക്രമം തെറ്റിയിട്ട് ക്രമാതീതമായിട്ട് ഒരുപാട് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴത്തേക്കും ലിവറിന് എന്ത് സംഭവിക്കും? ഓവർലോഡ് ആവും അല്ലെ? അപ്പൊ അതൊന്നും കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കാതെയാണ് വരുന്നത്. അടുത്ത പ്രശ്നമാണ് എല്ലുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം. വളരെ വേഗത്തിൽ തേയ്മാനം ഉണ്ടാകുന്നു, സന്ധിവേദന ഉണ്ടാകുന്നു, മുട്ടുവേദനയൊക്കെ ഉണ്ടാകുന്നു. കാരണം എന്താണ്? ഇത്രയും വലിയ ഈ ഒരു തടി നിയന്ത്രിച്ച് താങ്ങി നിർത്തേണ്ടത് എന്താണ്? നമ്മളുടെ മുട്ട് ആണ് അല്ലെ? അപ്പം അവിടെ എളുപ്പത്തിൽ തേയ്മാനമൊക്കെ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ആണുങ്ങളിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ അമിതവണ്ണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇനി ഇതിന് എന്തൊക്കെ മാർഗങ്ങളാണ്? നമ്മൾക്ക് ഇതിനെ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ? പല ആൾക്കാരും ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് രാവിലെ നടക്കാനായിട്ട് പോകും. ആദ്യത്തെ ഒരു 5 ദിവസം കൃത്യമായിട്ട് നടക്കുമായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? മടി പിടിച്ചിട്ട് നടക്കുന്നത് അവര് നിർത്തും. ജിമ്മിൽ ചേരും. ജിമ്മിൽ കൊണ്ടുപോയിട്ട് കാശൊക്കെ അടക്കും, എന്താണെങ്കിലും പോണം എന്നുള്ളത്. അതും ഒരാഴ്ച പോകും, പിന്നെ ലേസി, മടി പിടിച്ചിട്ട് പോവാതിരിക്കും. പിന്നെ ആണെങ്കിൽ ഒരുപാട് ഡയറ്റ് പ്ലാനുകളൊക്കെ ചെയ്യും. ഞാൻ രാവിലെ ഒന്നും കഴിക്കില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്കൊന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഫോളോ ചെയ്യാൻ ഈ പറയുന്ന ആൾക്കാർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ സർജറി ആണെങ്കിൽ ലിപ്പോസക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറി ഉണ്ട്. ശരീരത്തില് ഇപ്പം വയറിലാണ് ഫാറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ വയറിന്റെ അവിടെ നിന്നും സക്ക് ചെയ്തെടുക്കുക. എന്തിനെ? ഫാറ്റിനെ സക്ക് ചെയ്തെടുക്കുന്നതാണ് ലിപ്പോസക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറി. അപ്പം ഇതൊക്കെ ഫലപ്രദമായിട്ട് നമ്മളുടെ ശരീരത്തിലെ ഫാറ്റിനെ, കൊഴുപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ? പിന്നെ നമ്മൾക്ക് എങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് വേണ്ടത്? എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്? ഒന്നാമത്തേതാണ് നമ്മളുടെ മെറ്റബോളിസം. ഓരോ കോശങ്ങളിലേക്കും നമ്മളുടെ ശരീരത്തിന്റെ പോഷകങ്ങൾ എത്തുകയും അവിടെ ഓരോ കോശങ്ങൾക്കും ഊർജം ഉൽപാദനവും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. രണ്ടാമത്തേതാണ് നമ്മൾക്ക് ഉണ്ടാകുന്ന വിശപ്പിനെ നിയന്ത്രിക്കണം അല്ലെ? എന്തിനാണ് ഒരാൾ ഭക്ഷണം കഴിക്കുന്നത്? അമിതമായിട്ട് വിശപ്പ് വരുമ്പോഴാണ് അല്ലെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ വിശപ്പിനെ സപ്രസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് വേണ്ടത്. നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ചീത്ത കൊളസ്ട്രോള്, ടോട്ടൽ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് വേണ്ടത്. നമ്മളുടെ ശരീരത്തിൽ ഈ പറയുന്ന ദഹനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്ന് യഥേഷ്ടം നീക്കം ചെയ്യണം. ഇല്ലാത്ത പക്ഷമാണ് കൊഴുപ്പൊക്കെ ആയിട്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത്. അപ്പം യഥേഷ്ടം നീക്കം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ എങ്ങനത്തെ പ്രൊഡക്റ്റ് ആയിരിക്കണം? നാച്ചുറൽ ആയിട്ട്, നമ്മൾക്ക് ഒരു പാർശ്വഫലങ്ങളും തരാതെ നാച്ചുറൽ ആയിട്ട് നമ്മൾക്ക് നമ്മുടെ ബോഡി വെയ്റ്റിനെ കുറയ്ക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് വേണ്ടത്. ഇനി ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഇച്ചിരിയേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, എന്നാലും വെയിറ്റ് വെക്കുന്നു എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിന്റെ എൻഡ് സ്റ്റേജിലേക്ക്, ദഹനത്തിന്റെ എൻഡ് സ്റ്റേജിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, വിഭജനം നടക്കുന്നത്. ഒന്നാമത്തേതാണ് ഊർജ്ജ ഉൽപാദനം, രണ്ടാമത്തേതാണ് കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു, മൂന്നാമത്തേതാണ് വായുവായിട്ട് മാറുന്നു എന്നുള്ളത്. ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും വായുവും എയറും എന്ത് ചെയ്യും? ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഈ ഊർജം പിന്നെ എന്ത് ചെയ്യും? ഊർജം ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും കോശങ്ങളുടെയും പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ഈ ഊർജത്തെ ചെയ്യുന്നത്. കൃത്യമായിട്ട് മെറ്റബോളിസം നടക്കാത്ത ആൾക്കാരിൽ, അതായത് തകരാറിലാവുന്ന ആൾക്കാരില് ഈ ഊർജം എന്ത് ചെയ്യും? ഈ ഊർജം അവരുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? ഇപ്പം ഒട്ടും കഴിക്കാത്ത ആൾക്കാർക്കും അയ്യോ ഞാൻ ഭയങ്കര തടി വെക്കുന്നുണ്ട്, ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രശ്നം എന്താണ്? അവരുടെ മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കുന്നില്ല. അപ്പം അതിനും കൂടി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് വേണ്ടത്. അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ എലമെന്റ്സ് വെൽനസ് കൊണ്ടുവന്നിട്ടുള്ളത്, മെൽറ്റ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്.
ഈ മെൽറ്റ് ഫാറ്റ് എങ്ങനെയാണ് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിർവഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണ് സീലിയം ഹസ്ക് എന്ന് പറയുന്നത്, ഇസബ്ഗോൾ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു സാധനം. സീലിയം ഹസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഈ മെൽറ്റ് ഫാറ്റിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതെന്ത് കർമ്മമാണ് നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്നത്? ഈ പറയുന്ന ഇസബ്ഗോൾ അല്ലെങ്കിൽ സീലിയം ഹസ്ക് എന്ന് പറയുന്നത് നമ്മളിപ്പം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ വേഗം വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് വീർത്ത് വരും. അപ്പം നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മളിപ്പം മെൽറ്റ് ഫാറ്റ് കഴിക്കുകയാണെങ്കിൽ മെൽറ്റ് ഫാറ്റിലുള്ള ഈ ഒരു ഇസബ്ഗോൾ അല്ലെങ്കിൽ സീലിയം ഹസ്ക് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് നടക്കുന്നത്? അത് വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ശരീരത്തിൽ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പം ആൾക്ക് പിന്നെയും വിശപ്പ് വരുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു വിശപ്പ് ഉണ്ടാവുമ്പോഴാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് എന്നല്ലേ. ഈ ഒരു സീലിയം ഹസ്ക് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളുടെ സ്റ്റൊമക്കിൽ, നമ്മളുടെ വയറ്റിൽ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആൾക്ക് വിശപ്പ് ഉണ്ടാകുന്നില്ല. രണ്ടാമത്തേതാണ് ഒരുപാട് നാര് അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ ഇസബ്ഗോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ മാലിന്യങ്ങൾ, ഇപ്പൊ മലമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പുറന്തള്ളാനും കൂടി സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മലം കട്ടിയായിട്ട് ഉണ്ടാകുന്നില്ല. കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിലും കൂടി വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് നമ്മളുടെ സീലിയം ഹസ്ക്. എപ്രകാരമാണ്? സീലിയം ഹസ്കിൽ തന്നെ 2 തരത്തിലുള്ള ഫൈബേഴ്സ്, നാരുകളാണ് ഉള്ളത്. ഒന്ന് സോല്യൂബിളും, അതായത് അലിഞ്ഞു ചേരുന്നതും, മറ്റേത് അലിഞ്ഞു ചേരാത്തതും. ഈ അലിഞ്ഞു ചേരുന്നത്, അതായത് സോല്യൂബിൾ ഫൈബർ എന്ത് ചെയ്യും? നേരെ നമ്മളുടെ രക്തത്തിലേക്ക് ചെന്ന് രക്തത്തിലുള്ള കൊളസ്ട്രോള്, ചീത്ത കൊളസ്ട്രോളിനെ, LDLനെയും ട്രൈഗ്ലിസറൈഡ്സിനും ഒക്കെ വലിച്ചെടുത്ത് അതിനെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വിടുകയാണ് ഇത് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് അലിഞ്ഞു ചേരാത്തതായിട്ടുള്ള ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സീലിയം ഹസ്ക് എന്ന് പറയുന്നത്. ആ ഇൻസോല്യൂബിൾ അടങ്ങിയിട്ടുള്ള, ആ നാരടങ്ങിയിട്ടുള്ള അലിഞ്ഞു ചേരാത്തതായിട്ടുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നേരെ നമ്മളുടെ ചെറുകുടലിലേക്ക് ചെല്ലുകയും അവിടെയുള്ള മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്നതിൽ, ഇപ്പൊ ചെറുകുടലിലാണ് നമ്മളുടെ ദഹനമൊക്കെ എൻഡ് സ്റ്റേജിലേക്ക് എത്തുന്നതാണ് അല്ലെ. അപ്പൊ അവിടെയുള്ള മാലിന്യങ്ങളെയൊക്കെ പുറത്തേക്ക് കളയാനും കൂടി സഹായിക്കുന്ന ഒന്നാണ് ഈ അലിഞ്ഞു ചേരാത്തത്, ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ്. അപ്പം ഇത്രയും ഗുണങ്ങളാണ് നമ്മളുടെ സീലിയം ഹസ്കില് ഉള്ളത്. അപ്പം തെളിയിച്ചിട്ടുള്ള ഒരു കാര്യവുമാണ്, റെഗുലർ ആയിട്ട് സീലിയം ഹസ്ക് കഴിക്കുന്ന ആൾക്കാരിൽ കൊളസ്ട്രോളിന്റെ അളവ് കൃത്യമായിട്ട് അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സഹായിക്കുകയാണ് ഈ സീലിയം ഹസ്ക് ചെയ്യുന്നത്. അടുത്തതായിട്ടാണ് ടീ കറ്റേച്ചിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്? അത് ശരിക്കും നമ്മളുടെ ഗ്രീൻ ടീയിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളതാണ് ടീ കറ്റേച്ചിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില് 800 mg ആണ് നമ്മളുടെ ടീ കറ്റേച്ചിൻസ് ചേർത്തിട്ടുള്ളത്. ഇതിന്റെ പ്രവർത്തനം, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതൊരു തെർമോജനിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ഇതിനുള്ളത്. എന്താണ് തെർമോജനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ അകത്തുള്ള ചൂട് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വർദ്ധിച്ചത് കൊണ്ട് എന്താണ് നടക്കുന്നത്? കൊഴുപ്പിനെ ഉരുക്കി കളയാനായിട്ട്, മെൽറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതും ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് ഇതും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, തെളിയിച്ചിട്ടുള്ളത് ഒരു കാര്യമാണ്. അപ്പൊ പറയുന്നത് തന്നെ ജേർണൽ ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പാനീയത്തിൽ ഗ്രീൻ ടീ ഉപയോഗിച്ച് ആ ഒരു ഗ്രീൻ ടീ നിങ്ങൾ അലിച്ചു ചേർത്ത് ആ ഒരു പാനീയം നിങ്ങൾ കുടിക്കുകയാണ്, പ്ലസ് നിങ്ങൾ വ്യായാമം കൂടി ചെയ്യുകയാണ് എങ്കിൽ വയറ്റിലുള്ള ആ ഒരു ഫാറ്റിനെയും ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവിനെയും കൃത്യമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ് എന്ന് ജേർണൽ ഓഫ് ന്യൂട്രീഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ടീ കറ്റേച്ചിൻസ് എന്ന് പറയുന്നത് നമ്മുടെ എലമെന്റ്സ് വെൽനെസ് ആണ് ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളതാണ് ഗാർസീനിയ കംബോജിയ എന്ന് പറയുന്നത്. ഒരുപാട് പരസ്യങ്ങളിലേക്ക് എപ്പോഴും കേട്ടിട്ടുള്ളതാണ് അല്ലെ. എന്താണത്? കുടംപുളി എന്ന് പറയുന്നത്. അപ്പം കുടംപുളിന്റെ പ്രത്യേകത എന്താണ്? കുടംപുളിയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, ഒരു ആസിഡ് ഉണ്ട്. അതാണ് HCA എന്ന് പറയുന്നത്, ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന് സഹായിക്കുന്നതായിട്ടുള്ള ഒരു എൻസൈം ഉണ്ട്. അതാണ് സിട്രേറ്റ് ലൈസ്. അതിന്റെ പേര് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഒരു എൻസൈം ഉണ്ട്. അപ്പം അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്, അതിനെ തടഞ്ഞു നിർത്തുകയാണ്. അതായത് കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതിനെ തടഞ്ഞു നിർത്തുകയാണ് നമ്മളുടെ കുടംപുളി ചെയ്യുന്നത്.
അതേപോലെ തന്നെ നല്ല ഹോർമോൺ ആയിട്ടുള്ള സെറാറ്റോണിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുകയും അതുവഴി നമ്മൾക്ക് നല്ലൊരു ഉന്മേഷത്തോടു കൂടിയുള്ള ഒരു ഫീലിംഗ് നമ്മൾക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വിശപ്പിന്റെ അളവിനെ കുറയ്ക്കുകയുമാണ് നമ്മളുടെ ഈ പറഞ്ഞ കുടംപുളി ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ഗുഗുലു. ഗുഗുലു എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായിട്ട് അനാദികാലം മുതൽ ആയുർവേദത്തില് പറഞ്ഞിരിക്കുന്നതാണ് ഗുഗുലു. വളരെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒന്നുമാണ് ഗുഗുലു എന്ന് പറയുന്നത്. മേധോഹരമാണ്, അതായത് ഫാറ്റ് ബേണർ എന്നാണ്. ആയുർവേദത്തില് സ്ഥൗല്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. സ്ഥൗല്യം തന്നെ ഏറ്റവും പലവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു നിങ്ങൾ ചികിത്സിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്ഥൗല്യം, അതായത് അമിതവണ്ണം എന്ന് പറയുന്നത്. ആ അമിതവണ്ണത്തെ ട്രീറ്റ്മെന്റ്, അമിതവണ്ണത്തിന്റെ ചികിത്സയിൽ ആചാര്യൻ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒന്നാണ് ഗുഗുലു എന്ന് പറയുന്നത്. അത് ആന്റി ഒബേസിറ്റി ആണ്. അമിതമായിട്ടുള്ള ആ ഒരു വണ്ണം വെക്കുന്നതിന് എതിരെ പ്രവർത്തിക്കുന്നതാണ്. നമ്മളുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ ഒക്കെ ദഹനം കൃത്യമാക്കി നടത്തിക്കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്. പല ആൾക്കാരും നമ്മളുടെ ഈ പറയുന്ന മെൽറ്റ് ഫാറ്റ് കഴിച്ചതിന് ശേഷം പറയുന്ന ഒരു പ്രശ്നമാണ് ആൾക്കാർക്ക് വിശപ്പ് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് ഈ ഒരു ഗുഗുലു ചേർന്നത് കൊണ്ടാണ്. അപ്പം ഇനീഷ്യൽ സ്റ്റേജില് ആദ്യത്തെ ഒരു 3-4 ദിവസങ്ങളിലൊക്കെ കുറച്ച് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നല്ല മനോധൈര്യത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യണം? സാലഡ് ഒക്കെ കഴിക്കുക, അല്ലെങ്കിൽ കുറെ വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. അല്ലാതെ അമിതമായിട്ടുള്ള അളവിൽ ഭക്ഷണം അകത്തേക്ക്, ചോറ് ഒക്കെ അമിതമായിട്ടുള്ള അളവിൽ കഴിക്കാതെ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് പഞ്ചസാരയൊന്നും അടങ്ങാത്തതായിട്ടുള്ള ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തേണ്ടത്. അതേപോലെ തന്നെ ഈ ഗുഗുലുവിന് നമ്മളുടെ തൈറോയിഡ് ഗ്രന്ഥിയിലും വളരെ നല്ല കർമ്മമാണ് ചെയ്യുന്നത്. തൈറോയിഡിനെ അതിന്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന്റെ പ്രവർത്തനം കൊണ്ടുപോകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ തൈ ഹെൽത്ത് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു, തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് അല്ലെ എന്താണ് അമിതവണ്ണം കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ അത്തരത്തിലുള്ള ഒരു അമിതവണ്ണമാണ് എങ്കിൽ ആ തൈറോയിഡ് ഗ്രന്ഥിയെ അതിന്റെ ഫംഗ്ഷൻ, അതിന്റെ കർമ്മം കൃത്യമാക്കി കൊണ്ടുപോകുന്നതിലും കൂടി സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗുഗുലു എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു മെൽറ്റ് ഫാറ്റില് 250 mg ആണ് ഗുഗുലു എക്സ്ട്രാക്ട് ചേർത്തിട്ടുള്ളത്. അടുത്തതാണ് കടുക്ക എന്ന് പറയുന്നത്. നമ്മളുടെ മെൽറ്റ് ഫാറ്റിൽ 500 mg ആണ് കടുക്ക ചേർത്തിട്ടുള്ളത്. കടുക്ക നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റിൽ ഇമ്മ്യൂണോ 3+ലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കടുക്ക എന്ന് പറയുന്നത്. അത് ചെറിയൊരു എന്താണ് ശോധനത്തിന് സഹായിക്കുന്നതാണ്. അതായത് മൃദുവായിട്ടുള്ള ഒരു വിരേചനത്തിന് സഹായിക്കുന്നതാണ്. അധികം ലൂസ് ആകാത്ത രീതിയിൽ വയറ് ഇങ്ങനെ എന്താണ് വയറിളക്കാനായിട്ട് സഹായിക്കുന്നതാണ് എന്ന് കരുതി വളരെ നല്ല രീതിയിൽ വയറിളകി പോകും എന്നല്ല, എന്താണ് ശോധനം കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നതായിട്ടുള്ളതാണ് കടുക്ക. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവിനെ കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്നു, രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ കൃത്യമാക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഒരു വിശപ്പ് ഉണ്ടാവാതെ ആളെ നിയന്ത്രിച്ചിട്ട് കൊണ്ടുപോകുന്നതിലും വളരെ വലിയൊരു കർമ്മം വഹിക്കുന്നതാണ് നമ്മളുടെ കടുക്ക എന്ന് പറയുന്നത്. അടുത്തതാണ് തൃക്കടു. തൃക്കടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? കുരുമുളക്, ഇഞ്ചി, അതേപോലെ തന്നെ എന്താണ് തിപ്പലി എന്ന് പറയുന്നത്. അപ്പം ഇത് 3 ചേരുന്നതാണ് തൃക്കടു എന്ന് പറയുന്നത്. ഇതിനും തെർമോജനിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ ആന്തരിക ചൂട്, താപനില വർദ്ധിപ്പിച്ച് അതുവഴി നമ്മളുടെ കൊഴുപ്പിനെ അലിച്ചു കളയുന്നതായിട്ടുള്ള ഒരു കർമ്മമാണുള്ളത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഇതിനൊരു പല ഔഷധങ്ങളുടെയും നമ്മൾ കൂടെ ചേർത്തിട്ടുള്ളതായിക്കോട്ടെ. ഇപ്പം കുടംപുളി നമ്മൾ ചേർത്തിട്ടുണ്ട്, ഗുഗുലു നമ്മൾ ചേർത്തിട്ടുണ്ട്, ടീ കാറ്റേച്ചിൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം അതിന്റെയൊക്കെ ആക്ഷനെ, അതിന്റെയൊക്കെ കർമ്മത്തെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ, കുറച്ചുകൂടി വളരെ വേഗത്തിൽ പ്രവർത്തിപ്പിക്കാനും കൂടി സഹായിക്കുന്ന ഒന്നാണ് തൃക്കടു. അതോടൊപ്പം തന്നെ ഞാൻ ഇമ്മ്യൂണോ 3+ പറഞ്ഞപ്പോഴത്തേക്കും ആമം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ. ആമം എന്ന് പറയുമ്പോഴത്തേക്കും മാലിന്യങ്ങൾ, വിഷത്തിന് തുല്യം പോലെയുള്ള മാലിന്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് വഴി പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാകുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്യാനും കൂടി സഹായിക്കുന്നതാണ് നമ്മളുടെ തൃക്കടു എന്ന് പറഞ്ഞിട്ടുള്ള തൃക്കടു ചൂർണം. അടുത്തതായിട്ടുള്ളതാണ് ഈ പറയുന്ന 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കണിക്കൊന്ന, അതേപോലെ തന്നെ ഉലുവ, വിഴാലരിയും സ്ഥൗല്യം അമിതവണ്ണത്തില് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. രോഗപ്രതിരോധകമാണ്. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതാണ്. അതേപോലെ കൃമിഘ്നമായിട്ടുള്ള ഒരു കർമ്മം കൂടിയാണ് വിഴാലരിക്കുള്ളത്.
കൃമിക്ക് എതിരെ പ്രവർത്തിക്കുന്നതായിട്ടും കൂടി ഉള്ളതാണ്. ഉലുവ എന്ന് പറയുന്നത് അറിയാം അല്ലെ, ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇനി കണിക്കൊന്ന എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ഒരു ലാക്സേറ്റീവ് ആണ്, അതായത് ശോധനം, വയറിളക്കി അധികം ദുഷിപ്പിക്കാത്ത രീതിയിൽ, മനുഷ്യന് അധികം വിഷമങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ വളരെ സുഗമമായിട്ട് ശരീരത്തിൽ നിന്നും ശോധനം നടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുന്ന ഒന്നാണ് കണിക്കൊന്ന എന്ന് പറയുന്നത്. അപ്പൊ കണിക്കൊന്ന നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ 500 mg ആണ് ചേർത്തിരിക്കുന്നത്. ഉലുവയും 500 mg ആണ്. വിഴാലരി എന്ന് പറയുന്നത് 250 mg ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പം ഈ 3 പ്രൊഡക്ട്സും ആദ്യമായിട്ടാണ് ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ മെൽറ്റ് ഫാറ്റിലാണ് ഇത് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇത് എപ്രകാരമാണ് കഴിക്കേണ്ടത്? ഇത് ഒരു പാക്കറ്റ് 300 മില്ലി വെള്ളത്തിൽ ചേർത്ത് നല്ല പോലെ ഇളക്കിയതിനു ശേഷം നിങ്ങൾ മെല്ലെ മെല്ലെ കുടിക്കേണ്ടതാണ്. ഇത് ഭക്ഷണത്തിന് മുന്നെയാണ് കുടിക്കേണ്ടത്. ഇത് വെച്ച് ഇപ്പം ഈ 300 മില്ലി വെള്ളത്തില് കലത്തി വെച്ചിട്ട് ശരി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുടിക്കാം എന്ന് വിചാരിച്ച് വെക്കരുത്. അപ്പം തന്നെ കുടിക്കണം. കാരണം ഒരു ജെല്ല് പോലെയാണ് ഫോം ചെയ്യുന്നത്. ആ ഒരു ജെല്ല് പോലെ ആകുമ്പോൾ നമ്മൾക്കത് ഇറക്കാനായിട്ട് അല്ലെ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്. ഇത് നമുക്ക് എത്ര നാളത്തേക്ക് കഴിക്കാം? 3 മാസത്തേക്ക് ഇത് കഴിക്കാം. 3 മാസം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് എങ്കിൽ, ഇനിയും നിങ്ങൾക്ക് ഇത് തുടർന്ന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെയും നിങ്ങൾക്ക് ഇത് തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും ശരി, ഒരു സാഷെ ഇത്രയും ഗുണങ്ങൾ ഉള്ളതാണല്ലോ ഈ പറയുന്ന മെൽറ്റ് ഫാറ്റ്, അതുകൊണ്ട് ഞാൻ 2 സാഷെ വീതം കഴിക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഏതാണോ അളവ് പറഞ്ഞിട്ടുള്ളത് അതേ അളവിൽ വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കണിക്കൊന്ന പറഞ്ഞിട്ടുണ്ട്, കടുക്കയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറിയ രീതിയിലല്ലേ വയറൊന്ന് ഇളക്കി വിടാനായിട്ടുള്ള ഒരു ഇതാണ് അല്ലെ, വയറിളക്കാൻ, അത് വിഷമങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ. അപ്പൊ നമ്മൾ 2ഉം 3ഉം പാക്കറ്റിലുള്ള സാഷയൊക്കെ കഴിച്ച് അതിലുള്ള ഗ്രാന്യൂൾസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വയറ് നല്ല രീതിയിൽ ഇളകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും പാടില്ല. ഒറ്റ ഒരു സാഷയാണ് ഭക്ഷണത്തിന് മുന്നെയാണ് കഴിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ മെൽറ്റ് ഫാറ്റ് കഴിച്ച് ബാക്കി വ്യായാമം ചെയ്യുന്നില്ല, കണ്ടമാനം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ മെൽറ്റ് ഫാറ്റ് കഴിക്കുന്നുണ്ട്, ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ എന്താണെങ്കിലും എന്റെ ശരീരത്തിൽ കൊഴുപ്പൊക്കെ അലിഞ്ഞലിഞ്ഞു പോയിക്കോളും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതൊരു മാന്ത്രിക ദണ്ഡല്ല നമ്മളുടെ പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് മാജിക് കാണിച്ച് നിങ്ങൾക്ക് സ്ലിം ആയിട്ടുള്ള ഒരു ശരീരം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാന്ത്രിക ദണ്ഡല്ല നമ്മളുടെ മെൽറ്റ് ഫാറ്റ് എന്ന് പറയുന്നത്. മെൽറ്റ് ഫാറ്റ് കഴിക്കുന്നതോടൊപ്പം വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ്. ഏതൊക്കെയാണ് അത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് വേർഡാണ് ഡെല്ല എന്ന് പറഞ്ഞിട്ട്, DELA. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരുപാട് ക്രമീകരണങ്ങൾ വരുത്തണം. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള വേണം നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. കൊഴുപ്പ് കൂടുന്നതായിട്ടുള്ളതൊന്നും കഴിക്കരുത്. അതേപോലെയുള്ളതാണ് എക്സസൈസ്, യോഗയും അതേപോലെ തന്നെ പ്രാണായാമങ്ങളും ഒക്കെ ചെയ്യണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തണം. നമ്മളുടെ ഉറക്കമൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകണം. അത്തരത്തിലുള്ള ജീവിതശൈലിയിലും മാറ്റങ്ങളൊക്കെ വരുത്തണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് മെൽറ്റ് ഫാറ്റ് പോലുള്ളതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന 3 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധ ചെലുത്തി അത് കൃത്യമായിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൊഴുപ്പിനെ, ഫാറ്റിനെ മെൽറ്റ് ചെയ്യാൻ നമ്മളുടെ മെൽറ്റ് ഫാറ്റ് കഴിക്കുന്നതോടുകൂടി സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഇനി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യമാണ്, ഇതൊരിക്കലും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. നമ്മളുടെ മെൽറ്റ് ഫാറ്റ് 10 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. ഇത് ഒരിക്കലും പ്രഗ്നൻസിയിൽ, അതായത് ഗർഭിണികൾക്ക് ഇത് കൊടുക്കരുത്. ലിവറിന്റെ, കരളിനൊക്കെ വളരെ ബാധിച്ചിരിക്കുന്ന അവസ്ഥകളിലൊന്നും ഇത് കൊടുക്കരുത്. അതേപോലെ തന്നെ പെയിൻ കില്ലറോ അത്തരത്തിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇത് നിങ്ങൾ നൽകരുത്. ഇത് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഉള്ളതേ അല്ല. BMI 39-നും 40-നും ഒക്കെ കൂടുതൽ, അതിലും അധികമായിട്ടിരിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് മെൽറ്റ് ഫാറ്റ് കഴിച്ചോ നിങ്ങളുടെ ഫാറ്റ് കുറയുമെന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. അപ്പം അത്തരത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ മെൽറ്റ് ഫാറ്റ് എന്ന് പറയുന്നത്.
ഈ മെൽറ്റ് ഫാറ്റ് വളരെ നല്ലൊരു നോവൽ കോമ്പിനേഷൻ ആണ് അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് എന്ന്. അപ്പൊ ആ ഗുണങ്ങളൊക്കെ, അതായത് നമ്മളുടെ കൊഴുപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ ഗുണങ്ങളിലുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ആവശ്യമാണ് നമ്മൾക്കുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗുണങ്ങളും നമ്മളുടെ വിശപ്പിനെ നിയന്ത്രിക്കാനും നമ്മളുടെ കൊഴുപ്പിനെ ബേൺ ചെയ്യാനും ഒക്കെ, നമ്മളുടെ ട്രൈഗ്ലിസറൈഡ്സിനെ ഒക്കെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളാണ് നമ്മളുടെ മെൽറ്റ് ഫാറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇത്രയും ദിവസങ്ങളിലായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വുമൺ കമ്പാനിയൻ കഴിഞ്ഞ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. പ്രോട്ടീൻ പൗഡർ, തൈ ഹെൽത്ത് ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഓരോ പ്രൊഡക്റ്റും നൽകാനായിട്ട് സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് കാണാൻ സാധിക്കുന്നത്. ആരൊക്കെയാണ് 3 തരത്തിലുള്ള ആൾക്കാര്? ഒന്നാമത്തെ വിഭാഗക്കാരാണ് ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാര്, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആൾക്കാര്. രണ്ടാമത്തെ ആൾക്കാരാണ് ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥയിലൊക്കെ നിൽക്കുന്ന ആൾക്കാര്. ചെറിയ രീതിയിലൊക്കെ, ഇപ്പം നമ്മളുടെ മെൽറ്റ് ഫാറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒക്കെ ഉള്ള ഒരു 30-ന്റെയും ഒക്കെ 39 ആ ഒരു റേഞ്ചിൽ അല്ലെ, 24 നോർമൽ ആയിട്ടുള്ളത്. അപ്പം 25-നും 30-ന്റെയും ഒക്കെ ഇടയിൽ നിൽക്കുന്ന BMI നിൽക്കുന്ന ആൾക്കാർക്ക്. അതേപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഇതിനു മുന്നേ കാണിച്ച ആ ഒരു പിക്ചറിലുള്ള ആൾക്കാർ, അമിതവണ്ണം, കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്. ഈ വിഭാഗക്കാർക്ക് ആർക്കൊക്കെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് നൽകേണ്ടത്? നമ്മളുടെ പ്രൊഡക്റ്റ് ആരോഗ്യവാന്മാരായി ഇരിക്കുന്ന ആൾക്കാർക്ക്, അതായത് ഈ വിഭാഗക്കാർക്കും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള രോഗപ്രശ്നങ്ങളുള്ള B വിഭാഗക്കാർക്കുമാണ് നൽകേണ്ടത്. നമ്മളുടെ ഒരു പ്രൊഡക്റ്റും C വിഭാഗക്കാർക്കായിട്ട് ഉള്ളതേ അല്ല. അപ്പൊ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രോഡക്ട്സിന് ഒരുപാട് ഗുണങ്ങളാണ്. അത് നല്ല രീതിയിൽ നിങ്ങൾ ആൾക്കാരുടെ അടുത്തേക്ക് എത്തുക, അല്ലാതെ മോശം രീതിയിൽ മോശം പ്രചരണം നടത്തിയിട്ട്, തെറ്റായിട്ടുള്ള പ്രചരണം നടത്തിയിട്ട് ആൾക്കാർക്ക് ഇത് ഒരിക്കലും നൽകരുത്. നമ്മളുടെ പ്രൊഡക്ട്സ് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും? ഒരുപാട് ഇ-കൊമേഴ്സിൽ ഒരുപാട് ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയതിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പം ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിന്റെ ഒന്നും ഗ്യാരണ്ടി നമ്മളുടെ കമ്പനി നൽകുന്നതല്ല. കാരണം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, ഒരുപാട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടത്? നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടത് ഇന്ത്യ ഷോപ്പിൽ നിന്നുമാണ്. അതിന്റെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്, അവിടെ നിന്നും നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് മെൽറ്റ് ഫാറ്റിനെ പറ്റി പറയാനുള്ളത്. വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് മെൽറ്റ് ഫാറ്റ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ, അത് നിങ്ങൾ ഒരു വ്യക്തിക്ക് നിർദ്ദേശിക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള DEL അതൊരിക്കലും മറക്കരുത്. അതിനും കൂടി പ്രാധാന്യം നൽകണം എന്ന് ആ വ്യക്തിയോട് പറയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത് കൊടുക്കാൻ പാടില്ലാത്ത ആൾക്കാരെയും കൂടി നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയുമാണ് മെൽറ്റ് ഫാറ്റിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ ഏത് പ്രൊഡക്റ്റ് ആണ് വരുന്നത്? അടുത്ത ദിവസം വരുന്നതാണ് ന്യൂട്രി ലൈഫ് എന്ന് പറയുന്നത് അല്ലെ, ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റും ആയിട്ടാണ് വരുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി. Thank you for watching. For more business and product videos, subscribe the channel now.